സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന സന്ദർഭങ്ങളിൽ ഫമൻ സുഹ്സിഹാ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് പുറത്തു കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞവനാണ് വിജയി. ആ വിജയത്തിനു വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം. ദഅ്വാ രംഗത്ത് സജീവമാകണം, സാരോപദേശങ്ങൾ കേൾക്കണം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനങ്ങളിൽ നമ്മൾ മുമ്പിലുണ്ടാവണം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സഹരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. നാട്ടുകാര് വഹാബി എന്ന് വിളിക്കട്ടെ, ഇപ്പൊ വിളി കൂടിയിട്ടുണ്ട്, ഇപ്പൊ തീവ്രവാദിയായിട്ടുണ്ട്, ഭീകരവാദിയാക്കിയിട്ടുണ്ട്. എന്ത് പേര് വിളിക്കട്ടെ? താടിയെ പരിഹസിക്കുന്നുണ്ട്, പാൻറ്റിനെ പരിഹസിക്കുന്നുണ്ട്, സുന്നത്തില്ലാത്തവനാന്ന് പറയുന്നുണ്ട്, ബദരീങ്ങളില്ലാത്തവനാണ്, ഔലിയാക്കന്മാരില്ലാത്തവനാണ്, എന്തോ പറയട്ടെ. സ്വർഗം നിനക്ക് കിട്ടുമെങ്കിൽ ഈ മാർഗം നീ സ്വീകരിച്ചോ. നീ കോടീശ്വരന്റെ സ്ഥാനത്താണ് നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ. ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന വ്യക്തി പോലും ദുനിയാവിലെ 10 രാജാക്കന്മാരനുഭവിക്കുന്ന സുഖമാണെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗം മോഹിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ, ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ, ഒരിക്കലും അതിൽ നിന്ന് മുറിഞ്ഞു പോകാതെ ഒഴിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കൂല. ആ സ്വർഗം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ വലാ തസ്അമു അബദാ, അവിടെ നിരാശപ്പെടാനില്ല, വിഷമിക്കാനില്ല. ഫലാ തഹ്റമു അബദാ, വാർദ്ധക്യം വരാനില്ല. അവരൊരിക്കലും വാർദ്ധക്യം വരൂല, രോഗം വരൂല. അതുപോലെ തന്നെ മനുഷ്യ, നിനക്ക് മരണം പോലും ഇല്ലാത്ത സമ്പൂർണമായ റാളിയത്തം മർളിയത്തായ ജീവിതം ലഭിക്കുന്നത് സ്വർഗത്തിലാണ്. ഇവിടെ വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തനതായ രൂപത്തിൽ നന്മകൾ ചെയ്യാനും മുന്നോട്ട് വരണം. നരകത്തിൻ്റെ ആളുകളോട് സ്വർഗക്കാർ ചോദിക്കണ ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാ ഈ സഖർ എന്ന നരകത്തിലേക്ക് വന്നുപെട്ടത്? ഖാലു, അവർ പറഞ്ഞു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, എത്ര ആയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാനുണ്ട്. ഞങ്ങൾ നമസ്കരിക്കൂലായിരുന്നു. വകുന്നാ വലം നകുനു തുഅമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കൂലായിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമാകണം, തൗഹീദി പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാവണം. പാവപ്പെട്ട മനുഷ്യന്മാരുടെ കണ്ണീരപ്പാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ വരുമാനം കൊണ്ട് മറ്റുള്ള ആളുകൾക്കും സഹായം ലഭിക്കണം. സകാത്ത് കൊടുക്കാൻ മടിച്ച ആളുകളൊക്കെ വേഗത്തിൽ അത് വീട്ടാൻ ശ്രമിക്കണം. സ്വതക്കകൾക്ക് മടി കാണിക്കുന്നവരെ ഒരിക്കലും സ്വതക്ക നമുക്ക് കുറവ് വരുത്തൂല. ധാരാളക്കണക്കിന് സ്വതക്കകൾ നമ്മൾ അധികരിപ്പിക്കണം. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, നാട്ടിൽ പലതരം തോന്നിവാസങ്ങളൊക്കെ നടന്നപ്പോൾ ഞങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, പരലോകമെന്ന യഥാർത്ഥ പ്രതിഫല നാൾ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിപ്പെട്ടതെങ്കിൽ, സുഹൃത്തുക്കളെ, സ്വർഗം നഷ്ടപ്പെടുന്ന എല്ലാ പ്രവണതയും, ഷിർക്കാവട്ടെ, ബിദ്അത്തുകളാവട്ടെ, കൊലപാതകങ്ങളാവട്ടെ, സിഹറാവട്ടെ, സിനയാവട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ സ്വർഗത്തിനെ നഷ്ടപ്പെടുത്തുന്നതെന്ന് പഠിക്കാനും ഒരിക്കലും അതിലേക്ക് നമ്മുടെ ജീവിതം വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക.